പറയുന്നു, എന്നെ സംബന്ധിച്ച് ആസ് എൻ ആക്ടർ ഓൾസോ പ്രൊഡ്യൂസർ ഓൾസോ ഞാൻ പൈസ മുടക്കുന്നത് ആശയത്തിലേക്കാണ്. ഒരു എന്താ പറയുക, ലോജിസ്റ്റിക്സ് നോക്കിയിട്ടല്ല. അതുകൊണ്ട് മാർക്കോ എന്ന സിനിമയ്ക്ക് ചിലപ്പോൾ നമുക്ക് ഷരീഫ് എന്ന എൻ്റെ സുഹൃത്ത് ഇതിൽ പ്രൊഡക്ഷനിലേക്ക് എൻ്റെ കൂടെ വന്നപ്പോൾ ഷരീഫിന് കൃത്യമായിട്ട് മനസ്സിലായി ഈ സിനിമ ഈ രീതിയിൽ എടുത്താൽ നിങ്ങളിപ്പോൾ പറയുന്ന അപ്രിസിയേഷൻ നമുക്ക് കിട്ടുള്ളൂ. അതൊരു വലിയ റിസ്ക് ആയിരുന്നു. പക്ഷേ മൂവി ബിസിനസ് റിസ്കി ആണെന്ന് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. ഇതിൽ പ്രൊഡക്ഷനിൽ വരുന്ന എല്ലാവരും, സജീവിന് കൃത്യമായിട്ട് അറിയാം, ഇറ്റ്സ് എ റിസ്കി ബിസിനസ്, എ ഗാമ്പിൾ ബിസിനസ്. ഇതിൽ ഒരാളും ആരോടും മുടക്കിയ പൈസ ഓൺ ദി ടേബിൾ കിട്ടുമെന്ന് വാഗ്ദാനം പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫ്രോഡ് കേസാണ്. അങ്ങനെ പറഞ്ഞ് സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ പുവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ബിസിനസ്സാണ്. സിനിമ എന്നെ സംബന്ധിച്ച് ഭയങ്കര ബിസിനസ് മോഡലിൽ നിൽക്കുന്ന സമയത്ത് എന്നിലെ പ്രൊഡ്യൂസർ, എന്നിലെ നടനെ ഉപദ്രവിക്കാതെ കാര്യങ്ങൾ ചെയ്തു പോകുന്നുണ്ട്. എനിക്ക് നല്ല സിനിമകളും ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ പ്രോഫിറ്റും, കഴിഞ്ഞ പടത്തിൽ ഭയങ്കര പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. ഈ പടത്തിലും ഞാൻ പ്രോഫിറ്റ് ഉണ്ടാക്കും, എൻ്റെ സുഹൃത്തും ഉണ്ടാക്കും. ഞാൻ പറഞ്ഞു, അതിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് കുറച്ച് സമയം, അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ക്രാഫ്റ്റ്. നിങ്ങൾ സിനിമ ഭയങ്കര മഹത്തായ കാര്യമാണെന്നൊക്കെ പറയുന്ന സമയത്ത് ഇതൊരു ബിസിനസ്സാണെന്ന് മറക്കാതെ. ഇപ്പോൾ ഇതിൽ ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങളും നമ്പേഴ്സ് കേട്ടിട്ട് സജീവിന് തന്നെ ഒരുപാട് ഇനീഷ്യൽ ഡേയ്സിലൊക്കെ ആൾക്കാർ വരുന്നു, പേടിച്ച് പോകുന്നു, അനാവശ്യമായിട്ട് ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം കൊടുക്കുന്നു. ബട്ട് ഇതൊരു മൂവി ബിസിനസ്സാണ്. ഒരു സ്ഥലത്തും ഇതൊരു ഗ്യാരണ്ടീഡ് കരിയറായിട്ട് നിങ്ങൾക്ക് തോന്നി കാണില്ല. നിങ്ങൾക്ക് എല്ലാ ആഴ്ച സിനിമ കിട്ടുന്നുണ്ടോ? ഇല്ലല്ലോ. ഇപ്പോൾ ഇനി വരാൻ പോകുന്ന മാസങ്ങളിൽ ചിലപ്പോൾ സ്ട്രൈക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? സോ എന്നെ സംബന്ധിച്ച് സ്ട്രൈക്ക് ഒക്കെ പറയുന്നത് ഭയങ്കര ഇറ്റ്സ് ദി വേർസ്റ്റ് സ്പേസ് ഇൻ എനി ഇൻഡസ്ട്രി. പ്രശ്നങ്ങൾ നിങ്ങൾ പരിഹാരങ്ങൾ കണ്ടെത്തുക. അല്ലെങ്കിൽ ഇൻഡസ്ട്രി ഡെഡാക്കിയിട്ടുള്ള ഒരു കാര്യത്തിനും നമ്മുടെ സപ്പോർട്ട് ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ ഞാൻ ആകെ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനമ്മേനെ നോക്കുന്നത് ഈ ജോലി ചെയ്തിട്ടാണ്. അതില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ആൻഡ് ഐ ഫീൽ അങ്ങനത്തെ ഒരു പ്രവണത ലൈക്ക് ഒരു ഇൻഡസ്ട്രിയിലും കേരളത്തിൽ എവിടെ ഉണ്ടാകാൻ പാടില്ല. സ്ട്രൈക്ക് എന്ന് പറയുന്നത് ഒരു കാലത്ത് ഇൻട്രസ്റ്റിംഗ് മോഡലായിരുന്നു. ദീസ് ഡേയ്സ് ഇറ്റ് ഇറ്റ്സ് നോട്ട് ഫെയർ ഓൾസോ. ബിക്കോസ് നമുക്കെന്തോ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് വേറെ ആരും വർക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതിൽ ശരിയല്ല. ബിക്കോസ് ഈ ഒരു സിനിമ ചെയ്യുമ്പോൾ എത്രയോ കുടുംബങ്ങൾ ഇതിൽ ജീവിച്ചു പോകുന്നുണ്ട്. അതും താരങ്ങളുടെ അവിടെ ഇരിക്കട്ടെ, അത് വാട്ട് എവർ ഇറ്റ് ഈസ്. ഡെയിലി വേജസ് ബാറ്റ മേടിച്ച് ജീവിക്കുന്ന ഒരുപാട് വലിയ കമ്മ്യൂണിറ്റി. ഒരു പടം ചെയ്യുമ്പോൾ എൻ്റെ ലൊക്കേഷനിൽ മാർക്കോയിൽ വന്ന പീക്ക് ഓഫ് ദ ഷൂട്ട് 342 ആൾക്കാരുണ്ടായിരുന്നു വൺ ഡേ. ജൂനിയർ ആർട്ടിസ്റ്റും എല്ലാവരും ചേർത്ത് അവർ എൻ്റെ സിനിമ വിജയിക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് മാർക്കോ. ബിക്കോസ് നമ്മൾ ഓരോ ദിവസം നോക്കുമ്പോൾ ടെൻഷൻ അടിച്ച് ബഡ്ജറ്റ് കൂടുന്നുണ്ടെന്ന് ടെൻഷൻ ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. സർട്ടിഫൈഡ് ആണ്, എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ സ്ട്രെസ്സായി. ഈ സിനിമയെ സംബന്ധിച്ച് ഓരോ ദിവസം ഇങ്ങനെ ചെറിയ മാറ്റങ്ങൾ വരുമ്പോൾ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഈ സിനിമ ഇങ്ങനത്തെ ഓരോ സിനിമകൾ തുടങ്ങുമ്പോഴേ ഈ സ്പെഷ്യലി ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ്, അതേപോലെ തന്നെ ഡ്രൈവേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇവർക്കൊക്കെ സ്ട്രെസ്സാണ്. അത് കംപ്ലീറ്റ്ലി ഇല്ല അങ്ങനെയൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊന്നും ചെയ്യുന്നതിൽ എനിക്ക് യോജിപ്പുണ്ട്. അത് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. ഹാവിങ് സെഡ് ദാറ്റ്, സിനിമകൾ വന്നുകൊണ്ടിരിക്കണം, നല്ല സിനിമകൾ തന്നെ വരണം. അതിന് വേണ്ടിയിട്ടുള്ള പൈസ വേണ്ടി വന്ന് മുടക്കണം. അത് വ്യക്തിപരമായിട്ടുള്ള തീരുമാനങ്ങൾ അതൊക്കെ. ഇപ്പോൾ സജീവിനെ ഗൺ പോയിന്റിൽ വെച്ചിട്ടല്ല പൈസ ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ചത്. അതൊരു മെച്യോർഡ് വ്യക്തിയുടെ മെച്യോർഡ് തീരുമാനമാണ്. പിന്നെ ഈ ഇൻഡസ്ട്രിയുടെ സ്വഭാവം ഇങ്ങനെ ആയതുകൊണ്ട് ചിലപ്പോൾ നഷ്ടങ്ങൾ സഹിക്കേണ്ടി വരും. അപ്പോൾ അതിന് റെഡിയായിട്ട് വരണം എന്നാണ്. ഈ ആരെങ്കിലും നിങ്ങളോട് പറയുകയാണ് 100 രൂപ മുടക്കിയാൽ 100 രൂപ തിരിച്ചു കിട്ടും എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു റോങ് ആണ്. 20 rupees ഈസ് ഓൾവേസ് അറ്റ് ദ റിസ്ക്. ബട്ട് നിങ്ങളുടെ ലൈഫിൽ ഏത് കാര്യമാണ് നിങ്ങൾക്ക് റിസ്ക് ഇല്ലാതെ കിട്ടിയേക്കണമെന്ന് നിങ്ങൾ ആലോചിക്കുക. പഠിച്ചപ്പോൾ ഫെയിലാവുന്ന റിസ്ക് ഉണ്ടായിരുന്നു, ജോലിക്ക് പോകുമ്പോൾ പെർഫോമൻസിൻ്റെ റിസ്ക് ഉണ്ടായിരുന്നു. യു ഗോ എനിവെയർ ഇൻ ദ ടോപ്പ് സെക്ഷൻ, ബിസിനസ് ലെവലിലാണെങ്കിലും ഏത് സ്ഥലത്താണെങ്കിലും ആ റിസ്ക് ഫാക്ടർ ഉണ്ട്. ഇറ്റ്സ് എ ചോയ്സ്. ആൻഡ് റിസ്ക് എടുത്താലേ ലൈഫിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതാണ് അതിൻ്റെ ഒരു അടിസ്ഥാനമായ കാര്യം. താങ്ക് യു. ഡെയിലി സ്വപ്നം കാണാറുണ്ട്. സ്വപ്നങ്ങളുണ്ട് ബ്രോ. ഇതെന്ന് വെച്ചാൽ സ്വപ്നങ്ങളില്ലെങ്കിൽ സിനിമക്കാരില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ ഓരോ സ്വപ്നങ്ങൾ കാണുമ്പോഴാണ് ഓരോ സിനിമ സംഭവിക്കുന്നത്. ഐ തിങ്ക് വിനയ്ക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, നിഖിലേക്കുണ്ട്, എനിക്കുണ്ട്, സജീവനുണ്ട്, അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ആൻഡ് ഷമീർ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അവന് എൻ്റെ സിനിമാ സ്വപ്നങ്ങളൊക്കെ ഏറെക്കുറെ അറിയാം. സോ അതിലേക്കൊക്കെ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്നുണ്ട്, വലിയ കാര്യം. താങ്ക് യു.